ടാസ്ക് നമ്പർ 8 മുഖമുദ്ര. ടാസ്ക് എന്തായാലും സംഭവമാവുന്നുണ്ട്. മൊത്തത്തിൽ അടിപിടി കലാശാണ് നമുക്ക് പ്രമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ജിൻഡോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓടിയെത്തുന്ന ഋഷിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഋഷിക്ക് പിന്നെ ചാടി അടിക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്കറിയാലോ, ആ ഡാൻസ് ചെയ്യുന്ന ആ ഒരു പവർ അനുസരിച്ച്. ഋഷി അവിടെ ചാടി പൊന്തി അവിടെ ജിൻഡോയുടെ ബോർഡിൽ സീൽ വെക്കുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ജിൻഡോ തടയാനായിട്ട് കുറേ നോക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഋഷിയുടെ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ മൂവിൽ അവിടെ പറ്റുന്നില്ല അതവിടെ ജിൻഡോയ്ക്ക് തടയാനായിട്ട്. അവിടെ ജിൻഡോയുടെ ബോർഡിൽ മാക്സിമം അവിടെ സീൽ വെക്കുന്നുണ്ട്. അതിനുശേഷമാണെന്ന് തോന്നുന്നു ജിൻഡോ കയറി അവിടെ അഭിഷേകിൻ്റെ അവിടേക്കും പോകുന്നത്. എന്തായാലും സംഭവം എല്ലാവരുടെയും ടാർഗറ്റ് എന്തായാലും ജിൻഡോ ആണെന്ന് തോന്നുന്നു. ജിൻഡോയ്ക്ക് ഫിസിക്കൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ ജിൻഡോയെ അടുത്തേക്ക് ചെന്നത് ചെയ്യാനായിട്ട് ലേഡീസിന് ആർക്കും തന്നെ അത്ര ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവിടെ ജെൻസ് ചെന്നിട്ട് എന്ത് തന്നെയായിരിക്കും അവിടെ കൂടുതലായിട്ട് അവിടെ അറ്റാക്കിങ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രമോയിൽ അവിടെ ഋഷി ജിൻഡോയെ അറ്റാക്ക് ചെയ്യുന്നതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സീൽ വെച്ചാൽ മാത്രമേ ആ ഗെയിം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ഇവിടെ കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല. പക്ഷേ ഋഷി ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്നത്, ഋഷിയും ജിൻഡോയും ഏകദേശം സെയിം പോയിന്റുകളാണ് വരുന്നത്, ഏകദേശം അടുത്തടുത്ത പോയിന്റുകളാണ് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജിൻഡോയെ തോൽപ്പിച്ചുകൊണ്ട് ഋഷിക്ക് മുന്നേറിയേ പറ്റൂ. മുന്നേറണം എന്നുണ്ടെങ്കിൽ അവിടെ ജിൻഡോയെ തോൽപ്പിക്കണം, ജിൻഡോ പുറകോട്ട് പോകണം. അപ്പോൾ അത് തന്നെയായിരിക്കണം അവിടെ ഋഷിയുടെ പ്ലാൻ. അവിടെ ഋഷി മാത്രമല്ല, അവിടെ അഭിഷേകിൻ്റെ പ്ലാനും അത് തന്നെയാണ്. ജിൻഡോ ഒരിക്കലും കയറി വരരുത് എന്നുള്ളത് തന്നെയാണ് അഭിഷേകിൻ്റെ പ്ലാനും. അത് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ചുള്ള മൂവ് തന്നെയായിരിക്കണം ഋഷി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.